ഹേ ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ. ദിസ് ഇസ് ഷഹ്മ ഖാത്തുൻ. നമുക്കിന്ന് കുറച്ച് സ്കൂൾ ക്രാഫ്റ്റ് കണ്ടാലോ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഈസി മെത്തേഡിൽ കൂടെയാണ് നമ്മൾ എല്ലാ ക്രാഫ്റ്റും ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എന്താണ് നിങ്ങൾ മുന്നേ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നോട്ട് പാഡ് ആണ്. കയ്യിലിപ്പോൾ ആവശ്യത്തിലേറെ റെക്കോർഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ റെക്കോർഡിൻ്റെ ചട്ടയാണ് ഞാനിവിടെ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് A4 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി A4 ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നോട്ട്ബുക്കിൻ്റെ പേജസ് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ സ്റ്റഡി ടൈമിലാണ്. ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഞാൻ ബോട്ടണിയാണ് പഠിച്ചത്. അപ്പോൾ കുറേ സയൻറ്റിഫിക് നെയിംസൊക്കെ കുറച്ച് ടഫാണ് പഠിക്കാൻ. അപ്പം ഞാൻ കയ്യിൻ്റെ മേലൊക്കെ എഴുതി വെക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും. പക്ഷേ ഈ പരിപാടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം കയ്യിലൊന്നും എഴുതുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് നോട്ട് ചെയ്യാനൊക്കെ ഈ ഒരു സംഭവം ഹെൽപ്ഫുൾ ആവും. അപ്പം നമ്മുടെ നോട്ട് പാഡിൻ്റെ ബേസ് റെഡിയായി. ഇനി ഇതിലേക്ക് നോട്ട്സ് എഴുതാൻ സാധനം വേണമല്ലോ. അപ്പോൾ അതിന് സിമ്പിളായിട്ട് A4 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി A4 ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നോട്ട്ബുക്കിൻ്റെ പേജസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര നോട്ട്സ് വേണം അതിനനുസരിച്ചിട്ട് നമ്മുടെ A4 ഷീറ്റോ ഇനി എന്താണ് നിങ്ങൾ എടുക്കുന്നത് അത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റം ആകും. എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മടക്കി ഫോൾഡിൽ കൂടെ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ബോർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. പിന്നെ ആ ഫോൾഡിൽ കൂടെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാനുള്ള പേപ്പേഴ്സും റെഡി. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇതുപോലത്തെ ഐറ്റംസിനോടൊക്കെ നല്ല ഇഷ്ടമാണ്. ക്യൂട്ട്നെസ്സിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം എസ്തെറ്റിക് ആണ്. ഞാനൊരു എസ്തെറ്റിക് വൈബിൽ വരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, പക്ഷേ അവസാനം ക്യൂട്ട്നെസ്സിൽ തന്നെ അവസാനിച്ചത്. പിന്നെ ഇത് ബൈൻഡ് ചെയ്തെടുക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും ചെയ്യുന്ന സെയിം മെത്തേഡ് വഴി തന്നെയാണ്. ജസ്റ്റ് എല്ലാതും ഒരുപോലെ പിടിച്ചിട്ട് നമ്മുടെ ഫെവിക്കോള് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അബൌട്ട് 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് കിട്ടും. പിന്നെ നോട്ട് പാഡിലുള്ള സ്റ്റിക്കി നോട്ട്സ് ഒന്നല്ല, ഒരു 2-3 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലൗഡി തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലൗഡ് ആയോ ഇല്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. എനിക്ക് വലിയ ക്ലൗഡിൻ്റെ ലുക്കൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടെ ചെയ്യുന്ന എല്ലാ ഐറ്റംസും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരാളും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കൊന്നും വേണ്ട. പിന്നെ എക്സാം ടൈമിൽ മാത്രമല്ല, നമുക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഇത്. അഫ്കോഴ്സ് ഇത് ബാഗിൽ കൊള്ളുന്ന ആ ഒരു സൈസിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്കൂളിൽ പോയിട്ട് മിസ്സുമാരെ വല്ല നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് അല്ലെങ്കിൽ വേറെ അസൈൻമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഈ സംഭവം യൂസ് ചെയ്യാം. ഓരോ ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പേഴ്സ് ടിയർ ചെയ്തിട്ടും കളയാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം കുട്ടികളെ മുന്നിൽ നമുക്ക് ഷൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ മടി പിടിച്ചിട്ട് ആരും ഇതൊന്നും ചെയ്യാതെ ഇരിക്കണ്ട, ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ ടോട്ടലി ബ്ലാങ്ക് ആയ പോലെ തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് ഒരു നോട്ട് ഡൗൺ എഴുതിയിട്ട് ടോപ്പിൽ ജസ്റ്റ് ഒരു ഹെഡിങ് പോലെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ചെയ്തു വന്നപ്പോൾ നമ്മുടെ നോട്ട് പാഡ് ക്യൂട്ടായി. അപ്പോൾ പിന്നെ കുറച്ച് എക്സ്ട്രാ ക്യൂട്ട്നെസ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിലും ആ ഒരു ഫേസ് വരച്ചു കൊടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നോട്ട് പാഡ്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ എഴുതിയിട്ട് നമുക്ക് ആവശ്യത്തിന് സമയത്ത് ഇതുപോലെ ടിയർ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ആവശ്യം കഴിഞ്ഞാൽ ഇതെടുത്ത് കളയും ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെയിം സ്ലിപ്പാണ്. സാധാരണ നെയിം സ്ലിപ്പല്ല, കവായി തീമി വരുന്ന നെയിം സ്ലിപ്പ്. നമ്മൾ ഈ സ്കൂളെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫസ്റ്റ് റീഓപ്പൺ ടൈമാണ് ഓർമ്മ വരിക. അപ്പോൾ പിന്നെ നെയിം സ്ലിപ്പ് ഇല്ലാതെ എന്ത് കളിയല്ലേ. പക്ഷെ ഇപ്പോൾ റീഓപ്പൺ ടൈമല്ല, അതെനിക്കറിയാം. ഈ നെയിം സ്ലിപ്പിന് ഇപ്പോൾ ഇവിടെ പ്രസക്തി ഇല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ സ്കൂൾ ക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നെയിം സ്ലിപ്പ് ഇല്ലാതെ എന്ത് സ്കൂൾ ക്രാഫ്റ്റ്. പിന്നെ കവായി സ്റ്റിക്കേഴ്സിന് ഒട്ടും ക്ഷാമമില്ലാത്തതുകൊണ്ട് അതൊക്കെ വാരിക്കോരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആകെ കുറച്ചൊരു ബുദ്ധിമുട്ടത്തിൽ വരുന്നത് ആ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കലാണ്. എഡ്ജസ്റ്റിൽ ഈ ഡോട്ടഡ് ലൈൻസ് വരുന്നല്ലോ അത്. പിന്നെ നമ്മൾ നെയിം എഴുതുക, ക്ലാസ് എഴുതുക, ഡിവിഷൻ എഴുതുക, സബ്ജക്ട് എഴുതുക, സ്കൂൾ എഴുതുക, അതൊക്കെ എല്ലാ നെയിം സ്ലിപ്പിലും കാണുന്ന പോലെ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ എന്താ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ഗൈസ്. പിന്നെ ആ ഒരു ഫോൾഡിൽ കൂടെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കണ്ട. ആൻഡ് ദ തേർഡ് വൺ ഈസ് പേപ്പർ പെൻ. ഒരുവിധം എല്ലാ ക്രാഫ്റ്റേഴ്സിനും ചാനലിൽ കാണുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പേപ്പർ പെൻ. ആൻഡ് നമ്മുടെ ചാനൽ നോക്കി ആ സംഭവം ഇതിലില്ലടാ. അപ്പോൾ പിന്നെ ഈസി പീസി ആയിട്ട് നമുക്കൊരു പേപ്പർ പെൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാണ്. ആ പെന്നിൻ്റെ ലെങ്ത്താണ് നമ്മൾ മെഷർ ചെയ്തത്.
പിന്നെ ഒരു സൈഡിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെൻ്റെ ട്യൂബ് അതിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുത്ത് റോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ നിബ് വരുന്ന എഡ്ജിൽ അത്ര ഷാർപ്പായിട്ട് നിൽക്കില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല, കണ്ടാൽ മനസ്സിലാവും. അതായത് ഈ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രയുള്ള പരിപാടി. പെന്നിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് റെഡിയാക്കി എടുക്കുക. അതിന് ഇതുപോലെ ജസ്റ്റ് മെഷർ ചെയ്തിട്ട് എടുക്കുക പെന്നിൻ്റെ സൈസ് എങ്ങനെയാണെന്ന്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് റോൾ ചെയ്യുക, ഗമ്മ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക, ഒട്ടിക്കുക. എല്ലാം ചെയ്താൽ നമ്മുടെ പെന്നും റെഡി. ആദ്യത്തെ 2 ചെയ്ത് ക്യൂട്ട്നെസ്സിലല്ലേ, അപ്പോൾ ഇതും ക്യൂട്ട്നെസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കവായ് തീമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു കവായ് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാർഡ് സ്റ്റോക്കിൻ്റെ മേലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നല്ല കട്ടിയുള്ള ചാർട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ കവർ ഉണ്ടല്ലോ, നോട്ട്ബുക്കിൻ്റെ കവർ പേജ്, അതും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കവായ് തീമിലുള്ള പെൻ റെഡിയായി കിട്ടിയല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ബോർഡാണ്. നോർമലി നമ്മൾ കണ്ടുവരുന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ, ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ സാധാ പേജിലൊക്കെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ടൈം ടേബിൾ എഴുതിയിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ആ പരിപാടിനേക്കാളും എനിക്ക് ഏറ്റവും ബെറ്ററായി തോന്നിയത് ഈ ഒരു സംഭവമാണ്. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ രീതിയിലുള്ളൊരു ടൈം ടേബിൾ ബോർഡ് സെറ്റിംഗ് അല്ല. വേണമെങ്കിൽ ഇത് നമുക്കൊരു നോട്ട് പാഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ നമ്മൾ ക്ലിയർ സ്റ്റിക്കർ ഉണ്ടല്ലോ, ക്ലിയർ സ്റ്റിക്കർ ടേപ്പ്, സെല്ലോ ടേപ്പ് എന്നൊക്കെ പറയും, ആ സംഭവം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതിയാൽ തുടച്ച് കളയാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തിലും എന്തൊക്കെ വർക്ക്സ് ഉണ്ട് അതൊക്കെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 2-in-1 പർപ്പസാണ്. ആദ്യത്തെ 3 നമ്മൾ ക്യൂട്ട് തീമിലല്ല ചെയ്തത്, പക്ഷെ ഇതൊരു എസ്തെറ്റിക് വൈബാണ് കേട്ടോ. എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു സംഭവമാണ്. അടുത്തതിന് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ടായിരിക്കും ഇനി ഞാൻ വീഡിയോസൊക്കെ ചെയ്യുക. ഐ മീൻ ഷോർട്സ് അല്ല, വീഡിയോ, ലോങ് വീഡിയോസ് ആണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ തന്നെ ചെയ്തെടുത്താണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡേയ്സ് എഴുതി കൊടുക്കുകയാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സൺഡേ എഴുതിയിട്ടില്ല, സൺഡേ വേണ്ടല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള ഡേയ്സ് എല്ലാം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സൈഡ്സൊക്കെ ഒന്ന് ടിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഒട്ടിച്ച് ഞാൻ വൃത്തികേടാക്കിയിട്ടില്ല, കുറച്ചാണ് ഒട്ടിച്ചത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ബോർഡ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ചെയ്ത ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.